കഴിക്കാൻ പോകുന്നത് മീറ്റ്, റോ മീറ്റും ഇഞ്ചീറും അതേപോലെ ഇവിടുത്തെ സോസും കേട്ടോ. ബി കെയർഫുൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ വെടി വീണതൊക്കെ ഇവിടുത്തെ കേട്ടോ. അത് വേറെ കാര്യം. പേടിക്കണ്ട, നമ്മളുണ്ട്. എന്നെ അടിച്ചിട്ട് നിങ്ങൾ ഇടിക്കലോ, പേടിക്കണ്ട. ഓരോ വഴിക്ക് ചെക്കൻ കൊണ്ടുപോകട്ടോ. ആഫ്രിക്കന് ചൈന വിഴുങ്ങണമെന്ന് പറഞ്ഞുള്ള വലിയൊരു ഉദാഹരണമാണ്. ആഫ്രിക്കനൊക്കെ നമ്മളുണ്ടല്ലോ തൊണ്ട കുറച്ച് ചെയ്യുമ്പോ അതുണ്ടാവുന്നത് മധുരണ്ട് അല്ലേ? പറഞ്ഞ് വേദനാക്കിക്കാന്നാണോ? നമ്മ എത്തുമ്പോഴത്തേക്ക് ഫ്രീക്കായിട്ട് മമ്മിയാ. അതില്ല. ഹായ്, വെൽക്കം ടു എത്തോപ്യ. ഞങ്ങളങ്ങനെ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്നുണ്ടല്ലോ എത്തോപ്യ വരെ എത്തിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞങ്ങൾ രാത്രിക്ക് രാമായണം ഒറ്റ ദിവസം പോലും ദുബായിൽ താമസിക്കാണ്ട്. എന്നാൽ ഒരു ദിവസം കൊണ്ട് മാക്സിമം ദുബായ് കണ്ടുകൊണ്ടുള്ള യാത്രയായിരുന്നു. ഡാഡി തിരുത്തി പിടിച്ച മോൻ ഓണല്ലേ? എങ്ങനെയുണ്ട് ക്ലൈമറ്റ് പറഞ്ഞാൽ മതി. വെടി വീണതൊക്കെ ഇവിടുത്തെ വീട്ടാ. അത് വേറെ കാര്യം. മമ്മി ഓണല്ലേ? പവറല്ലേ? എന്തെങ്കിലുമൊക്കെ പറയിച്ച. അങ്ങനെ നമ്മൾ ഇന്ന് ഡാഡിയും മമ്മീനെ എത്തോപ്യ ആഡിസ് അബബ കാണിക്കാൻ പോകും. എത്തോപ്യ മൊത്തം കാണിക്കാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം. എത്തോപ്യയുടെ മെയിൻ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് നോർത്ത് സൈഡിലും സൗത്ത് സൈഡിലൊക്കെ. നമ്മൾ മുർസി ട്രൈബിൽ പോയതും നോർത്ത് സൈഡ് വഴിക്ക് നമ്മൾ സുഡാൻ കരുതൊക്കെ നിങ്ങൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണെങ്കിൽ നമ്മുടെ കേപ്പ് ടു കെയറോ ഓവർലാൻഡിങ് ട്രിപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിതൊരു ലക്ഷറി ട്രിപ്പാണ്, ഒരു ഫാമിലി ട്രിപ്പാണ്. അത് ആ ഒരു റേഞ്ചിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇനിയുള്ള എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടോളോ. ആഫ്രിക്കനെ വേറൊരു തൊട്ടറിഞ്ഞിട്ടുള്ളൊരു യാത്രയാണ്, ഒരു ഫാമിലി തൊട്ടറിയില്ലെന്ന് പറയില്ലേ. അപ്പോൾ ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാഡി പവറാക്കല്ല നമുക്കൊന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ താമസിച്ചത് അഡീസിയ എന്ന ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. നമ്മുടെ സ്വന്തം ചില്ലീസ് റെസ്റ്റോറൻറ്റ് എടുത്തിട്ടാ പോയി. നമ്മുടെ ചെക്കനാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇന്ന് കറക്കാനായിട്ട്. ഒരു നെയിം കിച്ചനെറ്റ്സ്. ഫുൾ നെയിം Franco. I call you for Franco. Franco is better. Okay, yeah, it's easy for us. Ready? ഇവരെ ഇഞ്ചിറ കഴിപ്പിക്കാണ്ട് എത്തോപ്യ പിടിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ വണ്ടി എവിടെയാണോ? നമ്മളൊന്ന് ഫുള്ളൊരു അഡിസ് അബാബ ട്രിപ്പാണ്. നിങ്ങൾ ഇനി വരുന്ന ആൾക്കാർക്കും ഉപകാരപ്പെടാവുന്ന ഒരു ട്രിപ്പാണ്, ഒരു ഫാമിലി ട്രിപ്പാണ്. ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ യാത്ര പോകണം നമ്മുടെ സ്വന്തം സ്വിഫ്റ്റ് കാറിലാണ് കേട്ടോ. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്. സെക്കൻഡ് എന്നിട്ട് പ്രശ്നം അടിയൊരു പ്രശ്നം പറയാം. മനസ്സിലാക്ക് തണുവിനെ എന്തെങ്കിലും സമീപിക്കണം എന്നാണോ? അല്ലല്ലോ. നമ്മളൊരു രാവിലെ തന്നെ ഇറങ്ങി. നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാ, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ബ്രേക്ക്ഫാസ്റ്റിന് ഇഞ്ചീരി ഉണ്ടായിരുന്നു. വീഡിയോ മൂടല്ലായിരുന്നു. രാവിലെ എൻ്റെ വഴിക്ക് ബസ്സിന്നപ്പോൾ വേഗം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടാ. എന്തായാലും ഇഞ്ചീരി നമുക്ക് ശരിക്കും ഇന്ന് വൈകിട്ട് കാണിക്കാം. കാറിൻ്റെ ഒരു വെറൈറ്റി ഗ്ലോബ് ഇട്ടാ. ഇതുവരെ കാറുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത കാറിന് ഒരു ഗ്ലോബ് കണ്ടില്ലേട്ടാ, വെറൈറ്റി കണ്ടിട്ടാ. ചെക്കൻ ഫുൾ പവർ. ഫ്രാങ്കോ. ദിസ് വൺ ന്യൂ സ്റ്റേഡിയം ബഡി. ഇത് ചൈനക്കാർ പണിയുന്ന സ്റ്റേഡിയം കേട്ടോ. ആഫ്രിക്കനെ ചൈന വിഴുങ്ങണമെന്ന് പറഞ്ഞുള്ള വലിയൊരു ഉദാഹരണമാണ്. ചൈനക്കാരാണ് ഇവിടെ ഒരു വലിയൊരു സ്റ്റേഡിയം പണിയണത്. രാവിലെ തന്നെ മാർക്കറ്റും ടൗണൊക്കെ സജീവമായി തുടങ്ങി. അപ്പോൾ അതൊക്കെ അറിഞ്ഞ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. പഴയ ജപ്പാൻ മെയ്ഡ് വണ്ടികളാണ് ഇവിടെ കൂടുതൽ ഓടുന്നത്. ഇപ്പോൾ പുതിയത് BYD കമ്പനിക്കാരാണ് ഇപ്പോൾ കൂടുതൽ ഇവിടെ ഇറക്കണമെന്ന് പറയണ കേട്ടോ. BYDയുടെ ഇലക്ട്രിക് വണ്ടികൾ നന്നായിട്ട് ഇറങ്ങണമെന്ന് പറയണേ. പിന്നെ കാണുന്നത് പഴയ ജപ്പാൻ വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് ഇവിടെ വരുന്നത്. നമ്മൾ ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും കണ്ട പോലെ തന്നെ അങ്ങനെ തന്നെയാണ് വരണത് കേട്ടോ. മൊത്തത്തിൽ ഇവിടെ അന്ന് വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ മഡഗാസ്കർ പോകുമ്പോൾ വന്നപ്പോൾ ഫുൾ പൊളിച്ചിട്ട് കയറുന്നു ടൗൺ. ഇപ്പോൾ രണ്ടാമതും സെറ്റായിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് കേട്ടോ. എന്നിരുന്നാലും മൊബൈലും ക്യാമറയൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞതിന് പ്രത്യേകം പ്രതിവേട്ടൻ. അത് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ആദ്യം ഒരു റിസ്കി ടാസ്ക്, നമ്മളെവിടെ പോയാലും റിസ്ക് നമ്മൾ ഫാമിലി ടൈമിൽ എടുക്കാറില്ല. എന്നാലും ഇവിടുത്തെ ഒരു മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞു. ആഫ്രിക്കൻ സെക്ടറിലത്തെ അത്യാവശ്യം വലിയ ഒരു മാർക്കറ്റാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും എല്ലാ ലോക്കൽ കച്ചവടങ്ങളൊക്കെ നമുക്ക് തൊട്ടറിയാം. ഇവിടെ ഒരു ക്ലബിൻ്റെ പേരാണ് ആഷ്ലി യങ്. നമ്മുടെ ചെറുപ്പകാലത്ത് 18-19 വയസ്സിലൊക്കെ നമ്മുടെ മാഞ്ചസ്റ്ററിൻ്റെ മെയിൻ വിങ്ങറായിരുന്നു കേട്ടോ ആഷ്ലി യങ്. അവൻ്റെ പേരിൽ ഇവിടെ ഒരു ചെറിയ ക്ലബ്ബ് സെറ്റ് ചെയ്തിരിക്കുക. ലെറ്റ്സ് ഗോ. ആഷ്ലി യങ്ങിൻ്റെ ഗോളുകൾ കാണാൻ നല്ലൊരു പ്രത്യേക ശൈലിയായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീർ. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ എത്തോപ്യ ഒരു ക്രിസ്ത്യൻ കൺട്രി കേട്ടോ. ഇവിടുത്തെ ഓർത്തഡോക്സ് ടൈപ്പിലുള്ള ഒരുപാട് രൂപങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. സത്യം പറഞ്ഞാൽ എനിക്ക് അഡിസ് അബാബ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്നില്ല. ഡാഡിക്ക് മുമ്പേക്കാണ് കൂടുതലും ഇതിനെ കാണുമ്പോൾ
ആഫ്രിക്കയിലെ ടൗണിലേക്ക് വരുമ്പോൾ എന്താ തോന്നണ? അല്ല, പുതിയൊരു സ്ഥലമാണല്ലോ, അതിന്റെ ആകാംക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കണേ. എക്സൈറ്റ്മെന്റും കണ്ട എങ്ങടെ പോണ്ടേ. എന്നാൽ എവിടുന്ന് തുള വരാന്നുണ്ടോ? ബി കെയർഫുൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ. പരിചയമില്ല, കേട്ടുകേൾവി മാത്രമല്ലേ ഉള്ളൂ. അത് നമ്മൾ അനുഭവിച്ചറിയാൻ പോണു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BYD-യിലൊക്കെ കുഞ്ഞ വണ്ടിയിൽ ഇറങ്ങണാണ് കേട്ടോ. BYD-യുടെ പുത്തവണ്ടി ഇത് മറ്റേ ഗ്ലാസ്സുമേ ബ്ലാക്ക് ഒട്ടിക്കണുണ്ടോ. ബാക്കി എല്ലാ വണ്ടിയും ജപ്പാൻ വണ്ടികൾ തന്നെയാണ് കൂടുതലും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ BYD അത്രയ്ക്കും പോപ്പുലർ അല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഒരു വർഷം BYD അടിച്ച് കയറിയെന്ന് പറയണം. ചേട്ടാ ഏതാ ബൈക്ക്? അതെ. അപ്പോൾ നമ്മൾ ആദ്വ മോണുമെൻ്ററി കാണാൻ പോകണം റൈറ്റ് സൈഡിൽ. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആഫ്രിക്കൻ കോണ്ടിനെൻ്റിൽ എത്തോപ്യനെ കൊളനൈസ് ചെയ്യിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിരുന്നു. നമ്മൾ ഇംഗ്ലീഷുകാരും സ്പാനിഷുകാരൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതാണ് ഈ സ്പോട്ടാണ്. നിങ്ങൾ ഈ സ്പോട്ടിൽ നിന്നാണ് ഇവർ ഇറ്റാലിയൻസ് മാത്രമാണ് ഇവിടെ വന്ന് കുറച്ച് ഇത് ആധിപത്യം സ്ഥാപിക്കാൻ നോക്കിയത്. പണ്ട കാലത്ത് എത്തോപ്യൻ ആർമി ഇവിടെ നിന്നാണ് ആദ്വ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണ് ഈ ഇറ്റാലിയൻസിനെ ബീറ്റൻ ചെയ്തതെന്നാണ് പറയണേടാ. അപ്പോൾ അത് കാരണം അവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ അവർ പണിത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ സ്പോട്ടിലേക്ക് ഇവിടെ നിന്ന് പല ഭാഗത്തുനിന്നും എത്തോപ്യയുടെ പല ഭാഗത്തുനിന്നും ആൾക്കാർ വന്ന് ആ സ്ഥലത്തേക്ക് വരും. അവിടെ നിന്ന് ആദ്വയിലേക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ പോകേണ്ടതാണ് ഇറ്റാലിയൻസിനെ. കുറച്ച് ചരിത്രം കൊണ്ടാ, അല്ലാണ്ട് പറ്റില്ല. ചരിത്രം അറിയാണ്ട് എന്താ എത്തോപ്യ? ആഫ്രിക്കയിൽ കൊളനൈസ് ചെയ്യിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത ഏക ഒരു രാജ്യം എത്തോപ്യയാണ് കേട്ടോ. ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ചൈന വന്ന് പതുക്കെ വിഴുങ്ങുന്നുണ്ട്, നമ്മളറിയാണ്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാ. യാഥാർത്ഥ്യം കൂടി ഇതിൻ്റെ ഉള്ളുണ്ട്. സ്റ്റാച്യൂസൊക്കെ പണിത് വെച്ചിട്ട് നോക്കിയ സൈഡിൽ ചേച്ചി ആകാശത്ത് നോക്കി ഇരിക്കട്ടാ, തുലാസം പിടിച്ചിട്ട് ചിന്തിക്കാൻ പറ്റും. ഇപ്പോഴത്തെ നൈസ് പാർക്ക്, നല്ല ക്ലൈമറ്റാണ്. അതിന് നമ്മളിവിടെ ഒരു ഫീല്, നമ്മൾ മറ്റേ ആൽക്കഹോളിക് വെതർ എന്ന് പറയില്ലേ, ആ ഒരു വെതറിന് അവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കണേട്ടാ. നല്ല തണുപ്പ് കാലമാണല്ലോ ഇപ്പോൾ. തണുപ്പ് കാലത്തേക്ക് ഇങ്ങനെ എൻട്രി ചെയ്തല്ലോ, അടിപൊളി. എല്ലാവരും ചേച്ചിയും പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാട്ടോ, ഓരോ സാധനങ്ങൾ പിടിക്കാനായിട്ട്. ആഷു ഫാർമർ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് കോഫിയാണ്. അപ്പോൾ അത് കാരണം കോഫിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എക്സ്പോർട്ടിങ്ങിനും നോക്കിയാൽ മീറ്റ് ഷോപ്പ് ഉണ്ടോ. ഇവൻ പറഞ്ഞ കണക്ക് പ്രകാരം ഉണ്ടല്ലോ, ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്ന ബിൽഡിങ്ങില്ലേ, ഇത് ഇവിടുത്തെ PM ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് പണിത് കൊടുത്തു, ഫ്രീ ആയിട്ട് പണിത് കൊടുത്തു എന്ന് പറയണത്. നമ്മുടെ നാട്ടിൽ 101 വീട് പണിത് 200 വീട് പണിന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ബിൽഡിങ് പണിതിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കടകളൊക്കെ ഉണ്ട്. ആ കടകളിലത്തെ റെൻറ്റും പരിപാടികളൊക്കെ ഇവരുടെ ജീവിത ചെലവിനും പരിപാടികളൊക്കെ ഇവർ തന്നെ കൊടുക്കാമെന്ന് പറയുന്നത്, ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറയുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങിലൊക്കെ ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് റൂമും ചെറിയ റൂമാണ് കുറേ ആൾക്കാർ താമസിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് നേരെ അറ്റത്ത് കാണുന്നത് PM ഒരു ചെറിയ റോൾ മോഡലാണെന്നാണ് പറഞ്ഞിട്ട് ഇവർ. പകുതി ആൾക്കാർക്ക് ഇഷ്ടമാണ്, പകുതി ആൾക്കാർക്ക് ഇഷ്ടമില്ല, അത് വേറെ കാര്യം. ഇതാണ് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ഇവിടെ കാണുന്ന കടകളിലൊക്കെ റെൻറ്റ് ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ പൂർവ്വ ആൾക്കാർക്കുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള വാടക അങ്ങോട്ട് കൊടുക്കുന്നു പറയണ. അത് വേണ്ട, നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ, പാവപ്പെട്ടെന്ന് പറയില്ലേ. നിങ്ങൾക്ക് നോക്കിയാണ് ടോട്ടലി എത്തോപ്യ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല പാത്ത് വേ. ഇവിടുത്തെ ടൗൺ മൊത്തം ആൾ പൊളിച്ച് ഇങ്ങനെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. അതൊരു ഗഡി ഫ്യൂണറലാണ് കേട്ടോ. സ്മാഷ് ഔട്ടേക്ക് നോക്കിയാൽ അതുകൊണ്ടാ ഫ്യൂണറൽ വണ്ടി പോകണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ കേറ്റ് കയറി വന്നപ്പോൾ കാണിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിഷ്വൽ കാണിച്ചിരുന്നു. ഇവിടുത്തെ മെയിൻ ലൈബ്രറി കേട്ടോ. പിള്ളേർ സ്കൂളൊക്കെ നോക്കണമെങ്കിൽ കോളേജ് പിള്ളേരുകളൊക്കെ കാണുമ്പോൾ കൊതിയാവട്ടെ, പ്രായം കഴിഞ്ഞ് പോയി. Ethiopia is always depending on China, right? Yeah. I'm also China, made in China. ചൈനീസ് തന്നെയുള്ള എന്ത് നോക്കിയാലും ചൈനീസ് ആണല്ലോ അവിടെ. എങ്ങനെ നോക്കിയാലും ചൈനയിലാണ്ട് എത്തോപ്യ എന്ന് പറഞ്ഞത്. എത്തോപ്യ ആഫ്രിക്കയില്ല, സൗത്ത് അമേരിക്കയില്ല, ലോകം തന്നെ ഇല്ല. അതിന് വേറെ യാഥാർത്ഥ്യം. This one is the biggest mosque, right? Mosque, yeah, no, And mosque. And we have also, you see, there is one Christian church. Church, yeah. Okay, Orthodox church. Orthodox church. So there are no problem people here. No problem. No jagada. No problem, any problem. Yeah, Christians protect Muslim, Muslim protect Christians, right? Yeah. Ethiopia like that, yeah. You know, Jumu'ah time, Yeah. the Orthodox people there protect for their praying. Okay. Yeah, it's peaceful. Okay. And also for our time, I'm a Christian. Yeah. For my time also,
they are helping us for peaceful everything. Okay. They are helping us. Oh, nice. So Ethiopia no have any, Any religion kind of problem. jagada, no? No. In India, plenty jagada sometimes. Ethiopia no have like this. No. For example, my mother and my two brothers, they are a Muslim. Okay. I'm a Christian. Oh. For No our problem. life, no Your problem. family also like that, then also no Yeah, problem. my mother and my two brothers Muslim. Me Okay. and my father is Christian. Oh. We are living peaceful. No problem like this. നമ്മൾ പതുക്കെ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മളിവിടുത്തെ ഈസ്റ്റ് ആഫ്രിക്ക, നേരത്തെ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ആഫ്രിക്കയിലത്തെ ഈസ്റ്റ് ആഫ്രിക്കയിലത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് കാണാൻ നമ്മൾ പോകണം കേട്ടോ. സ്വല്പം ചകട പ്രോബ്ലങ്ങളുണ്ട്, പക്ഷെ നമ്മൾ പോയിട്ട് നന്നാക്കിയിട്ട് വരല്ലോ കേട്ടോ. ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ട് ഉണ്ട്, ആൾക്കാർ മാർക്കറ്റിലുള്ള പോണത്. ഫോൺ എടുക്കാണ്ട് തന്നെ കേട്ടോ. ഫോണിൽ ഷൂട്ട് ചെയ്ത് നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റും, പക്ഷേ ചിലപ്പോൾ പോവേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് പിന്നെ ഫോൺ കാണാൻ പറ്റില്ല. ഇതിന് മെയിൻ വണ്ടിയാണ് വരുന്നത്, ട്രാൻസ്പോർട്ടേഷൻ വണ്ടി പോകണണ്ട. മരവും ഇരുമ്പിൻ്റെ സാധനം കയറ്റണു, ആൾക്കാർ കയറ്റണു, അങ്ങോട്ട് എത്തിക്കണം. ചേച്ചിമാരൊക്കെ കയറ്റിയിട്ട് വണ്ടി കയറ്റാനായിട്ട് പോകട്ടെ അങ്ങോട്ട് കിട്ടും. മാർക്കറ്റ് സജീവട്ടോ, വേറെ വരും കണ്ട. ഇവിടെ പറയണത് നമ്മൾ കെനിയയിലൊക്കെ പോകുമ്പോൾ ഈ സ്വർണ്ണക്കടകളൊന്നും ഓപ്പണായി വെക്കില്ല എന്ന് പറയണത് കണ്ടോ. ഇവിടെയൊക്കെ സ്വർണ്ണക്കട ഉണ്ടോ ഓപ്പണാക്കി വെച്ചിരിക്കുക. റിയൽ ഗോൾഡാന്ന് പറയുന്നത് ഫുൾ ഗോൾഡ് ഉണ്ട് കേട്ടോ. ഓരോ കടയുടെ മുമ്പിൽ ഇങ്ങനെ ഓരോരുത്തർ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ടോ. നോക്കിയാൽ സ്വർണ്ണക്കടയിലേക്ക് വിളിക്കണം ആൾക്കാരെ, വാങ്ങുന്നൊരു ഇവിടെ ഒന്ന് സ്വർണ്ണം മേടിക്കാൻ പറയണേ. എന്താ നോക്കിയാൽ സ്വർണ്ണ കേട്ടോ. ഇതാണ്ട് ലെഫ്റ്റ് സൈഡിലൊക്കെ ജ്വല്ലറിയാണ് കേട്ടോ. ഒറിജിനൽ 916 ആണ്, ഇഞ്ചാമ്പുളികസ് അല്ല കേട്ടോ. കണ്ടാ 916 കടകൾ ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിരിക്കുക. ഗോൾഡ് ഒരാളും തൊടില്ല അല്ലേ ചേട്ടാ ഫ്രാങ്കോ? നോബഡി കം ആൻഡ് ടച്ച് ദ ഗോൾഡ് റൈറ്റ്? No. No. If anyone touch, he finish. Yeah, no problem. No They have gun. They have gun. No. No. Nobody. Ethiopia is No. decent country. No. Yeah. Nobody is. No. Okay. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബിലീവാന്ന് പറയണേട്ടാ. സംഭവം മാർക്കറ്റിനുള്ളിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ ഫുൾ റെസ്പെക്ട് ഉണ്ട് ഇവർ ചെയ്യണത്. നോക്കിയ ടാക്സി വരെ നോക്കിയാൽ എത്തോപ്യ കേട്ടോ. നോക്കിയാൽ ഒരാൾക്ക് എത്ര ചക്രം ഉരുട്ടാന്നുള്ള ഉദാഹരണം നോക്കി 1 2 3 4 5 6 8 ചക്രം ഒരുമിച്ച് അവൻ ഉരുട്ടി കൊണ്ടുപോട്ടാ. ഏതാ സ്കില്ല് ലെവലിൻ്റെ പീക്ക് കേട്ടോ. നമ്മളിപ്പോൾ എത്തോപ്യ ആയാലും ഏത് രാജ്യമായാലും നമ്മൾ പറയാം ഞാൻ ഇന്ന രാജ്യത്തേക്ക് പോയിട്ടാ പോയിന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആ രാജ്യത്തിനെ പറ്റിയിട്ട് ഫുള്ള് പഠിക്കാൻ നമുക്ക് എളുപ്പമല്ല. നമ്മളിങ്ങനെ പലതവണ പോകുമ്പോൾ പല അറിവുകളാണ്. നമ്മളൊരിക്കലും പറയില്ല നമ്മൾ എത്തോപ്യ കണ്ടോ, നമ്മൾ എത്തോപ്യ അടിച്ചിട്ടു എന്ന് പറയും, വർത്തമാനത്തിൽ പറയണമെങ്കിലും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഓരോ സമയത്ത് വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. അത് എത്തോപ്യ എന്നല്ല കേട്ടോ, ഏത് രാജ്യത്ത് പോലും. ഇപ്പോൾ ഇന്ത്യയിൽ വന്നാൽ തന്നെ വൺസ് ഇന്ത്യ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യനെ കാണാൻ പറ്റില്ല. ഇന്ത്യനെ കാണണമെങ്കിൽ നമ്മൾ ഓരോ തവണ വരുമ്പോൾ പുതിയ പുതിയ അറിവുകളാണ്. അതുപോലെ നമ്മൾ എത്തോപ്യ, നമ്മൾ 4-5ാമത്തെ തവണയാണ് എത്തോപ്യയിലേക്ക് വരുന്നത്. ഇവിടെ ഓരോ തവണ വരുമ്പോൾ ഓരോ പുതിയ പുതിയ സംഭവങ്ങൾ കേൾക്കാം. അതന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആട്ടാ. അത് കാരണം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയുണ്ടാവും, എന്നാലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയതായിട്ട് കേൾക്കാൻ പറ്റൂട്ടാ. കേട്ടെങ്കിൽ കമന്റ് ചെയ്തോട്ടാ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പതുക്കെ മാർക്കറ്റിലേക്ക് വന്നുട്ടാ. വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടാ. അവസാനം ഒരു അണ്ടർഗ്രൗണ്ട് കിട്ടി നമുക്ക്. അതേപോലത്തെ സൈക്കിൾ കടയാണ് നമ്മൾ റൈറ്റ് സൈഡിലാണത്. ചേട്ടന്മാർ സൈഡിൽ നിന്ന് മെക്കാനിക് ഓർ ഡ്രസ് ഓൾട്ടർ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ആ സൈഡിൽ മൊത്തം ഡ്രസ് ഓൾട്ടർ ചെയ്യുന്ന സ്ഥലമാണ്. നമുക്ക് എല്ലായിടത്തേക്കും ക്യാമറ കൊണ്ട് ചെല്ലാൻ പറ്റില്ല, എന്നാലും നമ്മൾ മാക്സിമം കൊണ്ടിട്ടാ. ചെക്കമോണൊക്കെ പിന്നെ ലെവല് കണ്ട. മമ്മി എന്തൊരു പേടിയുള്ള പോലെ പേടിയില്ല. എന്നാലും ഡാഡി മമ്മി ഇങ്ങനെ എന്റെ തൊട്ട് ബാക്കിൽ ഞാൻ വിചാരിച്ച എന്റെ കാല് പോയിട്ട് വീഴുന്നു. പേടിക്കണ്ട, നമ്മളുണ്ട്. എന്നെ അടിച്ചിട്ട് നിങ്ങൾ ഇടിക്കലോ, പേടിക്കണ്ട. ചെക്കൻ നമുക്ക് പോവാം. ഫുള്ള് ഡ്രസ്സിന്റെ മാർക്കറ്റാടാ. നമ്മൾ ഡൽഹി മാർക്കറ്റിലൊക്കെ പോകണ പോലത്തെ ഒരു ഫീല് കാണുമ്പോൾ, ഡ്രസ്സൊക്കെ കാണുമ്പോട്ടാ. നിൽക്കാൻ നോക്കിയാ അല്ലയോ പറഞ്ഞത് കാണാൻ വരും. നോക്കിയാ മോക്കം കണ്ട അവൻ്റെ. നമ്മളൊരു ക്ലോത്തിൻ്റെ മാർക്കറ്റിലേക്ക് കയറണം. എത്തോപ്യയിൽ വന്നാലേ എത്തോപ്യൻ കോഫി കുടിക്കാണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അതിനടുത്ത ദിവസം കണ്ടോ. You come first. കണ്ടോ എത്തോപ്യൻ കോഫി റെഡി ആക്കിക്കൊണ്ടിരിക്കണം.
ഇതുപോലത്തെ ഒരു പ്രോ ഷോപ്പാട്ടോ. ഡാഡിക്ക് മമ്മിക്ക് എത്തോപ്പിയും കോഫി കുടിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ മടയിൽ തന്നെ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? സ്പെഷ്യൽ എത്തോപ്പിയൻ സ്പെഷ്യൽ. നല്ല സ്മെല്ലും ഉണ്ട്. വെരി ഗുഡ്. പിന്നെ എത്തോപ്യ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് അല്ലേ? എത്തോപ്യ, യു പ്രൗഡ് ഓഫ് യുവർ എത്തോപ്യൻ, റൈറ്റ്? Yeah, of course. വി ഓൾസോ വി പ്രൗഡ് ഓഫ് ഇൻ ഇന്ത്യൻ, യു പ്രൗഡ് ഓഫ് I know എത്തോപ്യൻ. India. I like India also. വെൽക്കം ഇന്ത്യ. Thank you. എനി ടൈം. No, I see it's India. എങ്ങനെശ്ശേരി വീട് ഈസ് ഗോ എങ്ങനെശ്ശേരിത്തെ റൂം മാറ്റി വയ്ക്കാത്. I'm visit Mumbai, Yeah. Bangalore, and Chennai. Oh, you being? Yeah. For what? Just for the. Yeah, the first time I got for the medical treatment for my daughter. Oh. Yeah. ഇവൻ്റെ കൊച്ചിന് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസുഖവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ വന്നിരുന്നു ബാംഗ്ലൂർക്ക്. അവനത് കാരണം ബാംഗ്ലൂർക്ക് ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഒരു സാഡ് മൂടുന്നത് കാരണം നമ്മൾ അതിനെ പറ്റി ഇത് കൂടുതൽ പറയുന്നില്ല. നമ്മുടെ എത്തോപ്യൻ കോഫി ഡാഡി ആ വാക്കും പാലിച്ചൂടാ. എത്തോപ്യയിൽ വന്നിട്ട് എത്തോപ്യൻ കോഫി ഇല്ല ഡാഡി. മണ്ണടിക്കണടാ, മൂക്കിരിക്കാണ്ട് മണ്ണടിക്കും സാധനം അടിക്കുമ്പോൾ. അതും വിളമ്പണത് എത്തോപ്യൻ ചേച്ചിമാര്. ഹലോ. You want sugar? Yeah. She and he more like sugar. No, I don't want sugar. Just give hands percentile. അപ്പം നിങ്ങൾക്ക് ആഫ്രിക്ക കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഫ്രിക്ക അല്ല സൗത്ത് അമേരിക്ക, നമ്മൾ മെയിൻലി നമ്മുടെ ഗ്രീൻ ബുക്ക് കുറച്ച് ബിസിനസ് പറയട്ടെ, കച്ചവടം നടക്കണല്ലേ. സൗത്ത് അമേരിക്കയും ആഫ്രിക്കയൊക്കെ നിങ്ങൾക്ക് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടാ ഞാൻ താഴെ നമ്പർ കൊടുക്കാം. ഈ നമ്മളെല്ലാ രാജ്യങ്ങളിലും പോകുമ്പോൾ ഒതൻറ്റിക് സ്റ്റൈലിൽ കാണുന്നതും ഇത്തിരി സമാധാനമായിട്ട് നമ്മൾ ഓടിച്ചടി സമയത്തിന് പിന്നാലെ ഓടി ഒരു രാജ്യം കാണുന്നതും റിലാക്സ് ആയിട്ട് അത് നല്ല സേഫ്റ്റിയോട് കൂടി രാജ്യം കാണുന്ന വ്യത്യാസമുണ്ട് വേറെ രീതിയിൽ കാണുമ്പോൾ. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മളൊരു എന്താ പറയുക ലക്ഷ ട്രിപ്പ് ഭയങ്കര ഹെവി ആയിട്ട് ആഫ്രിക്ക നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഒരു വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസും നേച്ചറായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേച്ചറായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും ആഫ്രിക്ക ഇഷ്ടപ്പെടാം. നമ്മൾ ചൈന, സിംഗപ്പൂർ, തായ്ലാൻഡൊക്കെ കണ്ടു വന്നിട്ട് നമ്മൾ ആഫ്രിക്കനെ കാണുമ്പോൾ വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 40, 30, 35 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഏജ് പറയാണ്ട് പറ്റില്ല കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുന്നൊക്കെ ആഗ്രഹം വരാം. നേച്ചറായിട്ട് ബന്ധപ്പെട്ട് ഈ ഭൂമി ഉരുണ്ടതാണ്, ഈ ഉരുണ്ട ഭൂമിയിൽ എന്തൊക്കെ കാണാണെന്നൊക്കെ തോന്നില്ല. നമ്മൾ അവസാനത്തെ ഗ്യാപ്പ് വരും, സെക്കൻഡ് ലാപ്പ് പഠിക്കില്ല. ആദ്യത്തെ ലാപ്പ് 35 വയസ്സിൽ നമുക്കൊന്നും തോന്നില്ല. നമ്മൾ രണ്ടാമത്തെ ലാപ്പിലാണ് നമുക്ക് ഇതൊക്കെ കാണാൻ മരിക്കണായിട്ടും ഇതൊക്കെ കാണണം എന്നൊരു ആഗ്രഹം വരാം. അപ്പോൾ അതേപോലെ നമ്മൾ ആഫ്രിക്കയിൽ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, അത് നല്ല റിയൽ ഒത്തൻറ്റിക് ആയിട്ട് കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ ടൂർ ആഗ്രഹിക്കണമെങ്കിൽ ആഫ്രിക്ക, അതേപോലെ സൗത്ത് അമേരിക്കയിൽ ആമസോണൊക്കെ നമ്മൾ നൽകണ്. ആമസോൺ, മാച്ചു പിച്ചു, ക്രൈസ്റ്റ് റെഡീമർ, അർജന്റീന, അന്റാർട്ടിക്ക, എവിടേക്കാണെങ്കിലും നമുക്ക് ഈ 2 കോണ്ടിനെൻ്റാണ് ഈ ട്രാവലേഴ്സ് ഗ്രീൻ ബുക്ക് പ്രോഗ്രാം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാ, ഞാനുണ്ടാവും. ഒരുവിധം ടൂറുകളൊക്കെ ഞാൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിൽ എക്സ്പെൻസീവ് ആണെന്നറിയാലോ. അപ്പോൾ എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ പണിയുണ്ട്. എന്നാലും നിങ്ങൾ ഫാമിലിയിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പുകളൊക്കെ ആണെന്ന് വെച്ച് വിളിച്ചോ, ഞാൻ വരാം. നമ്മളിപ്പോൾ ഫുള്ളി ഈ ഒരു പ്രൊഫഷണലി നമ്മളൊരു ബ്ലോഗറും അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആണെങ്കിലും നമ്മുടെ ശരിക്കുള്ളൊരു വരുമാനം വരുന്നത് നമുക്ക് ഈ ടൂർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ടൂർ വരെ ആഗ്രഹം ഇല്ലെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളെ കൂട്ടുകാരുടെ ഒന്ന് പറയാം. എന്നിട്ട് നമ്മുടെ കൂടെ നിങ്ങൾ കൂടിച്ചോളാം. നിങ്ങൾ ഡാഡി ബിസിനസ് പറയണം ഇടയ്ക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ടേസ്റ്റ് അങ്ങനെയുണ്ട്. ഇട്ടപ്പോൾ ടേസ്റ്റ് കൂടി ഇടാത്തപ്പോൾ നല്ല കയ്പായിരിക്കും. പുതിയൊരു പരിപാടി തുടങ്ങുന്നത്. അതെ നമ്മൾ എത്തോപ്യൻ കോഫി പൊളി. ഈച്ച നോക്കിയാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ ഈച്ചിട്ടുണ്ട്. ബ്രഹ്മാണ്ഡ റെസ്റ്റോറൻറ്റ് മാത്രമല്ല ഇവിടെ ഉണ്ട് കേട്ടോ. പറഞ്ഞ പോലെ ഈച്ചോട് വരാതിരിക്കാൻ പറയാൻ പറ്റില്ല. നമ്മൾ കുറെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ പാത്രത്തിലാണ് അവർ ഈ കോഫി ഉണ്ടാക്കുന്നത്. കനലിൽ ചുട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ചൂടേ കനലിൽ ചുട്ടെന്നൊക്കെ പറയുന്നത് അടിയാ. അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് ഇവിടെ പിന്നെ ഇത്തിരി കീരിയ തൊട്ടാലും വിഷയമില്ല കേട്ടോ. ഇതാണോ കനലിങ്ങനെ ആക്കി ഒരു കോഫി ഉണ്ടാക്കണം. കുറേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക്. സാധനം മതിയില്ല വേറെ കാണിക്കാൻ പറയും. പക്ഷേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുമല്ലോ. അപ്പോൾ അവർ കൂടി പറയണം ബൈ. ഏയ്
ഇതാണ് ഡ്രസ്സ് ഓൾട്ടർ ചെയ്യണ ചേട്ടന്മാരിക്കട്ടെ ഒരു സ്ട്രീറ്റ് മൊത്തം ഉണ്ടോ അടിപൊളിയായിട്ടില്ലേ. മമ്മി നോക്കിയോട്ടോ അമ്മേ നോക്കിയോളാം. എത്യോപ്യ പ്രൊഡ്യൂസിങ് ലെതർ മോർ ലെതർ. ഇവിടെ ഈ കൗ ബോയ്സ് ഉള്ള 100% leather. 100% ലെതർ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയണേട്ടാ. ഓ ചില രംഗങ്ങൾ നമുക്ക് കാണിക്കാൻ തന്നെ തോന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. നമ്മൾ ഈ ചൈനീസ് ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ വേണ്ട, ചൈനീസ് വണ്ടികൾ വേണണ്ട, ബസ്സുകൾ മൊത്തം ചൈനയാണ് കേട്ടോ. ചൈനക്കാർ എന്തിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ, അങ്ങനെ യാഥാർത്ഥ്യം. ഈ മാർക്കറ്റ് നമ്മൾ കേപ്റ്റ് കയറി ചെയ്ത സമയത്ത് ഇങ്ങനെ മാർക്കറ്റുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എത്യോപ്യയിൽ. എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ആപ്പും സുഡാനിലേക്ക് കയറാനും ഈജിപ്തിലേക്ക് കയറാനൊക്കെ ഒരുപാട് സ്ട്രഗിളിംഗ് ഉണ്ട് നമുക്കറിയാലോ. എത്യോപ്യയൊക്കെ എത്തിയപ്പോൾ നമുക്ക് അന്ന് നല്ല ടെൻഷനായിരുന്നു, എങ്ങനെയെങ്കിലും കേപ്റ്റ് കയറി ഫിനിഷ് ചെയ്യേണ്ട, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ. പ്രശ്നം അന്ന് ഇവിടെ വാറൊക്കെ നടക്കുന്ന സമയത്തല്ല വന്നു നമ്മൾ. അപ്പോൾ അത് കാരണം കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പതുക്കെ എക്സ്പ്ലോർ ചെയ്യട്ടോ എല്ലാ ഭാഗങ്ങളും. അതേട്ടാ വഴി നമ്മളൊരു മുള്ളങ്കിയാണ് ഒരു സ്ട്രീറ്റിലേക്ക് എത്തിയിട്ട്, നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സ്ട്രീറ്റിലേക്ക് എത്തി. മുള്ളങ്കിയാണ് ഫുള്ള് ഇവിടുന്ന് കയറ്റി വരുന്നതും കയറ്റി വിടുന്നതൊക്കെയാണ് ഇവിടെ മാർക്കറ്റിൽ. വണ്ടികളൊക്കെ വന്ന് നിൽക്കണോ നമ്മുടെ നാട്ടിലത്തെ ലോറികളൊക്കെ നിൽക്കുന്ന പോലെ. വാട്ട് ഈസ് ദിസ്? Wait, taste it. വേറൊരു ഫ്രൂട്ടാണ് ഇവിടുത്തെ. Meat of tuna. ഓൺലി വണ്ണാ? No, 3 piece. And argona? 4 arta gacho. കട്ട് ചെയ്യുന്ന രംഗം കാണാം, കൈ തൊടാണ്ട്. മമ്മി മേടിച്ചോ? സ്പൈസ് ഫാൻ ടേസ്റ്റ് നല്ലടാ. നമ്മൾ പാഷൻ ഫ്രൂട്ട് കട്ട പിടിച്ച് ഐസാക്കി വെച്ച് എടുത്തോ ടേസ്റ്റ് ഉണ്ട് മതി. പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലേ, ഉള്ളിൽ കുരുണ്ട്, അത് കട്ടയാക്കി വെച്ച പരിപാടി. ഉണ്ട് ഉണ്ട് മധുരണ്ട് അല്ലേ? പറഞ്ഞ് മധുരമാക്കിക്കാന്നാണോ? ഏ ടേസ്റ്റ് ഉണ്ടോ? പാഷൻ ഫ്രൂട്ട് കട്ട പിടിച്ച് പോകുന്നുണ്ടോ അല്ലേ? ആ മൂഡ് മതി, വേറൊരു മൂഡ് മതി. ഇവിടുത്തെ കേക്കാന്നോളേ ഫ്രാങ്കോ കേക്ക്. അമ്മിച്ചേ ഏതാ റോള് കേക്ക് ഇട്ട് കൊടുത്ത. ഒരു കുന്തിരിക്കം എത്തിക്കണുണ്ടോ? വാട്ട് ഈസ് ദിസ് മാൻ? കുന്തിരിക്കം സ്മെൽ ഫോർ ദ സ്മെൽ റൈറ്റ്? ഇതുണ്ടോ? ദിസ് വേ ട്രഡീഷണൽ സോങ് ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ടോ? കുന്തിരിക്കട്ടെ അവിടെ ഫുള്ള് നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റുന്നത്. ഫുൾ കുന്തിരിക്കങ്ങളാണ്, പാത്രങ്ങളും അത് ഓരോ വഴിക്ക് ചെക്കൻ കൊണ്ടുപോകട്ടോ. ഫുൾ പവറാണ് നമ്മളാ. ഡാഡി വേണല്ലേ? അത് മതി. ഫൈൻ. നമ്മുടെ എത്യോപ്യ ശരിക്കും കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ് കേട്ടോ, ക്യാമറ ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഈ കെനിയയിലൊക്കെ പോയിട്ട് മോത്തിക്ക് ക്യാമറ വെച്ചാണ്ടല്ലോ ചിരിച്ചിരിച്ച് ചെയ്യാണ്ടാവും, അങ്ങനെയുണ്ട്. പാത്രങ്ങളൊക്കെ മേഡ് ഇൻ ചൈനയാണ്, പക്ഷേ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടിട്ടോ അവർ. നമസ്തേ പറയണ്ട? അതെ, ഇന്ത്യക്കാരെന്ന് പറയാൻ അറിയാം അവർക്ക്. നമസ്തേ എന്നുള്ള എല്ലാവരും ഒരുവിധം എല്ലാവരും നമസ്തേ എന്നുള്ള വാക്കറിയാം. ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ നമസ്തേയാണ്. കഴുതി പോകേണ്ട ശരി ഇവിടെ. നമ്മൾ നോർത്ത് ഓഫ് എത്യോപ്യയിൽ പോകുമ്പോൾ നമ്മൾ കഴുതകളെ ഇവിടെ കുതിരകളെ ഉണ്ടാകുന്നുണ്ടോ? ചെറുനാരങ്ങ നോക്കിയാൽ നമ്മുടെ മറ്റേ സാധനം അത് നമ്മുടെ കറ്റാർ വാഴ. വണ്ടികളൊക്കെ ചാമ്പകം പഴക്കാട്ടോ, 1700 ചിലപ്പോൾ. പക്ഷേ 70-80 കാലഘട്ടങ്ങളിലെ വണ്ടിയിലൊക്കെ കേട്ടോ ആണ്.
പലതരം ഹെർബൽസ് നമ്മൾ എന്താ പറയുക ആയുർവേദം എന്നൊക്കെ പറഞ്ഞാൽ എത്തോപ്യൻ ആയുർവേദം ഉണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഗോൾഡ് കളറുടെ ലെഫ്റ്റ് സൈഡിൽ ഓപ്പണായിട്ട് ഗോൾഡ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ. നമ്മളിവിടുത്തെ ഹാർട്ട് സ്ഥലത്തേക്ക് വന്നിരിക്കട്ടോ, നമ്മുടെ ഫോക്കിസ്റ്റാ, നമ്മുടെ പുതിയ പരിപാടിയൊക്കെ വരുന്നുണ്ടല്ലോ. ഇതാണോ പട്ടം വരകളെന്ന് നോക്കട്ടോ. യാ ട്രഡീഷണലൊക്കെ കാണുന്ന പരിപാടി കേട്ടോ, അത് ട്രഡീഷണലായിട്ട് സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സിംഹം മാന എന്നൊക്കെ പറയുമെങ്കിലും ലോക്കൽ സംഭവം പ്ലാസ്റ്റിക് ആവും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പീക്കണം. അമ്മയ്ക്ക് മോതിരം വേണോ? മോതിരം വേണോ? ഞാനിവിടെ സത്യം പറഞ്ഞൊരു മോതിരം, എത്തോപ്യൻ മോതിരം മേടിക്കാനായിട്ട് വന്നേട്ടോ. സാധനങ്ങളല്ലേ ഇത് എടുത്തരുന്നത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനമാണ്. ഫുൾ ആർട്ടുണ്ട് കേട്ടോ. മോതിരം തപ്പണം നമ്മൾ, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ സിൽവറിൻ്റെ മോതിരത്തിന് ഭയങ്കര ഫേമസ് എത്തോപ്യ. നമ്മുടെ ഒരെണ്ണം നമ്മുടെ ഒരു വീഡിയോയിൽ കണ്ടത്, എൻ്റെ കയ്യിലൊരു സിൽവർ അപ്പോൾ കുരിശ് പോലത്തെ ഒരു സാധനം അതുണ്ടായിരുന്നു. കഴിഞ്ഞ എത്തോപ്യയിൽ നമ്മൾ വന്നപ്പോൾ മേടിച്ചാൽ, പക്ഷെ അത് മിസ്സായി പോയി. എൻ്റെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടാണ് നമ്മളടുത്ത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കപ്പിത്താനും ഷൈജാനായിട്ട് പോയ അടുത്ത സ്പേസിൽ നമ്മുടെ അടുത്തേക്ക് പിടിക്കാൻ പോണത്. ഇന്നത്തെ കാലാവസ്ഥ സംഭവങ്ങളൊക്കെ നമ്മൾ അന്ന് കാണാൻ പറ്റില്ല നമുക്ക്, നമ്മൾ മഴയത്ത് പെട്ടു. നമ്മൾ ഇന്ന് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, നമുക്കത് ലക്ഷ്യമാക്കിയിട്ട് പോകാം. പട്ടാളക്കാരെ അറിഞ്ഞ പറഞ്ഞത് പട്ടാള വണ്ടികളെ പോകണട്ടാ, വോൾവോൻ്റെ പട്ടാള വണ്ടി നോക്കിയാണ്ട, മിലിറ്ററി വണ്ടി പോകണുണ്ടോ. നമ്മുടെ നാട്ടിൽ ടാറ്റയിലാണെങ്കിൽ എത്തോപ്യയിൽ വോൾവോ ഉണ്ട് കേട്ടോ. ഹെവിയിലേനാ മുമ്പിലുണ്ട് പട്ടാളക്കാരെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. പ്രശ്നമുണ്ടോ ചേട്ടാ? റാങ്കോ എനി ഡേഞ്ചർ? നോ. നോ പ്രോബ്ലം. വണ്ടി ഇടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കാല് പോയിന്റ് ബ്ലോക്കായി, ബാക്ക് ഉണ്ടാ സൈഡിൽ ഇപ്പോഴും മിലിറ്ററി വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക ഉണ്ടാ. ഇതെന്തോരല്ലേ അവിടെയാ? അല്ല അവിടുന്ന് വണ്ടികൾ വരുന്നതുകൊണ്ട് വലിയ ട്രക്കാണ്, വോൾവോൻ്റെ വണ്ടിയാണ് മൊത്തം വരണത്. നോക്കിയാൽ ഫുൾ വോൾവോൻ്റെ, ഫുള്ള് പട്ടാളക്കാരെ നടത്തിയിട്ട് വരണതേ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. എത്തോപ്യയിൽ ആഡിസ് അബാബയിൽ ഒരു പ്രശ്നം വരില്ല. നമ്മൾ നോർത്തിലേക്കും അങ്ങോട്ട് പോകുമ്പോഴേക്കാണ് ചെറിയ കൺസ്യൂമേഴ്സ് പ്രശ്നങ്ങൾ. ഡബിൾ ഡക്കർ കൂടി ഉണ്ട് കേട്ടോ, ചൈനക്കാർ ഇറക്കിയിട്ടുണ്ട് ഡബിൾ ഡക്കർ. എത്തോപ്യ നമ്മൾ വിചാരിക്കുന്ന ഒരു ഔട്ടല്ല, ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഓരോ സൈഡിൽ ഇങ്ങനെ ബിൽഡിങ്ങൾ പൊന്തിക്കൊണ്ടിരിക്കട്ടാ. എല്ലായിടത്തും ഓരോന്ന് പണിതുകൊണ്ടിരിക്കട്ടാ. എത്തോപ്യയില് എവിടെ നോക്കിയാലും ഇപ്പൊ കൺസ്ട്രക്ഷൻ ആണ്ടാ, എന്ത് നോക്കിയാലും ഇപ്പൊ കൺസ്ട്രക്ഷൻ കാണിക്കണത്. ടൗണിന്റെ ഏരിയയിൽ മൊത്തം ബുക്ക് ചെയ്യുന്ന പേജ് കയറിയിട്ടേ അത് ഡിസൈൻ ചെയ്തിട്ടാണ് ഒരു പട്ടം വരയ്ക്കുന്നുണ്ട് റോഡിൽ. അങ്ങനെ നമ്മൾ തോത്തോ മൗണ്ടൈനിലേക്ക് കയറാൻ പോട്ടാ. നമ്മൾ കഴിഞ്ഞ തവണ മഴയത്തിന് ഈ മൗണ്ടൈൻ കാണാൻ വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ ആഡിസ് അബാബ ഉണ്ടല്ലോ, ഫുൾ സ്ട്രക്ചറിലാണ് കേട്ടോ. നോക്കിയേ, ആഡിസ് അബാബ മെയിൻ സിറ്റി നമ്മൾ അവിടെ കണ്ടിട്ടാണ്. നല്ല ക്ലൈമറ്റ് അല്ലേ ഡി? നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല വ്യൂ പോയിന്റ് പോലെ. അതെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആഡിസ് അബാബ സിറ്റി മൊത്തം ഒരു ചർച്ച് കണ്ടോ അവിടെ, ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞിട്ടത്. അവന് ചർച്ച് കാണാമെന്ന് പറഞ്ഞ് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കേട്ടോ. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പല രാജ്യങ്ങളിലും വ്ളോഗ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫാമിലീനെ മിസ് ചെയ്യുമല്ലോ. പപ്പ, മമ്മ, ഡാഡി, വൈഫ് എല്ലാവരും, നമ്മൾ ഫെമീൻ എല്ലാവരും മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ട്രിപ്പിൽ ഇവരൊക്കെ നമ്മുടെ കൂടെ വന്നിട്ട് ഇവരൊക്കെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഒരു മാനസിക സന്തോഷം ആസ് ഒരു വീഡിയോഗ്രാഫർ എന്ന നിലയ്ക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ടാണ്. മേലേക്ക് എത്താനായിട്ട് ഒരു ചർച്ചിലേക്ക് വന്ന ആൾക്കാരായിട്ടാണ്.
ഓർത്തഡോക്സ് ചർച്ചാണ്. എനി ഫെസ്റ്റിവൽസ് ഗോയിങ് ഓൺ? നോ. ഇവിടെ അത്രയും ഈ ദേവവിശ്വാസത്തിൻ്റെ പീക്കണേ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ തവണ ഇതൊക്കെ നമ്മുടെ ഓർമ്മകൾ പുതുക്കലുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ഷൈജാൻ്റെ കൂടെ ഒരു മഴയത്ത് നമ്മൾ ഈ എൻടോട്ട പാർക്കിലേക്ക് വന്ന് ഓർക്കുന്നുണ്ട്. നമ്മൾ കേപ്പ് ടൂർ ചെയ്യണം. ഇതെല്ലാം കേപ്പ് ടൂർ എന്ന് പറയണം കേട്ടോ. ആ ഓർമ്മകളുള്ള കാര്യം കേട്ടോ. അപ്പോൾ എൻടോട്ട പാർക്കിലേക്ക് വന്നിരിക്കണം. ഇവിടെയാണ് നമുക്ക് എത്തോപ്യയിൽ നിങ്ങൾ ആരെങ്കിലും വരുന്നെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ പോയി ഫോട്ടോ എടുക്കാം. എത്തോപ്യയിൽ നിന്ന് എത്തിയെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വരണ്ടേ. ഇങ്ങനത്തെ സെറ്റപ്പ് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ പാർക്കുകളിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ശരിക്കും നന്നായിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വരുമ്പോഴേ നമ്മൾ സിറ്റി ടൂറൊക്കെ ചെയ്യുമ്പോഴേ ഇവിടെ കയറാനായിട്ട് നമ്മൾ ഏകദേശം ഒരാൾക്ക് 1000 ബിർറ് കൊടുത്തുവിടാം. ഏകദേശം ഇന്ത്യൻ മണിന് 600-700 രൂപ കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്ത്. പക്ഷേ ഈ ടോയ്ലറ്റ് സൗകര്യവും ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പോകണമെങ്കിൽ ടൗണിൽ ഏതെങ്കിലും മാളിൽ എവിടെയെങ്കിലുമൊക്കെ പോയാലേ സ്ത്രീകളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോഴേ. അപ്പോൾ അത് കാരണം കൂടിയാണ് നമ്മളിവിടെ വന്നതും. മമ്മ എത്തുമ്പോഴത്തെ ഇപ്പോൾ ഫ്രീക്കായിട്ട് മമ്മയാ. ആ അതിലെങ്കിലും അമ്പോ ഒരു കഫ സെറ്റ് ചെയ്ത് നോക്കിയാ. There is the meat also, right? ഇവിടെ മറ്റേ റോ മീറ്റ് കഴിക്കുക വരുവാണ്. റോ മീറ്റ് അവിടെ ഞാൻ തിരുന്നാണ് അവിടെ വേണ്ട. നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം. അടിപൊളി പരിപാടി കേട്ടോ. കഫേ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് നമുക്ക് ആ ദൃശ്യം കാണാം. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കാണാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര മഴയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം നമുക്ക് ആ ദൃശ്യം കാണാൻ പറ്റും കേട്ടോ. അഡിസ് അബാബ സിറ്റി ഫുൾ പവറിൽ. ഇവര് മുളകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത്. അല്ലേ ട്രഡീഷണലിനെ ഓർമ്മപ്പെടുത്തുന്ന പരിപാടിയാണ്. മുളയാണ് കേട്ടോ അത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അഡിസ് അബാബ സിറ്റി ഫുള്ള് കാണാം കേട്ടോ. നൈസ് ഭയങ്കര തണുത്ത കാറ്റിട്ടാ. അതിനിവിടെ നമ്മളെപ്പോഴും ഇങ്ങനെ പിടിച്ച് നിർത്തണത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ താഴെ കണ്ടത് അഡിസ് അബാബ സിറ്റി മൊത്തം നമുക്ക് കാണാം കേട്ടോ. കണ്ടോ നമ്മളിത്തിരി ഹൈറ്റിലേക്ക് കയറി സ്വല്പം വിസിബിലിറ്റി ആയിട്ടാണ് നേരത്തെ കണ്ടേക്കാളും. അടിപൊളിയായില്ലേ. നമ്മൾ താമസിക്കുന്നത് ഏകദേശം ആ സൈഡ് എവിടെയാണ് കേട്ടോ. സിറ്റിയുടെ അടുത്ത് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഡ്രൈ പ്ലേസാണ്. ഫുള്ള് കൃഷി സ്ഥലങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ ഇത് കേപ്പ് ടൂർ യാത്രയുടെ നോർത്ത് സൈഡ് ഓഫ് എത്തോപ്യയുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ അടിയിൽ ലിങ്ക് കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ പോയി കണ്ടോ കേട്ടോ. വേറെ ലെവലാണ്. ഫ്രാങ്കോ ഫോണല്ലേ. നമ്മളാദ്യേ ഇവിടെ ഈ ചാനലൊക്കെ തുടങ്ങിയിട്ട് മുമ്പ് ആഫ്രിക്കന്ന് കേൾക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ ഫാമിലി ആയിട്ട് പോവുക. ഭയങ്കര ഡേഞ്ചറല്ലേ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അവിടെ സേഫാണോ, ഇത്ര ഭംഗിയുണ്ടോ, ബ്യൂട്ടിഫുള്ളാണോ. നമ്മളൊക്കെ സ്കൂളിൽ മറ്റേ ആ കുട്ടീൻ്റെ പടം കണ്ടില്ലേ, ഒരു പത്രത്തിൽ വന്ന് ഭയങ്കര ഡ്രൈ ലാൻഡ്, അവിടെ ഒരു കുട്ടി എയ്ഡ്സ് വന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ദരിദ്രമായിട്ട് നിൽക്കണ ഒരു ഷോട്ട് നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോൾ അതായിരുന്നു. പക്ഷേ ആഫ്രിക്കനെ നമ്മൾ തൊട്ടറിഞ്ഞില്ല. ഇത്രയും ഈ 4-5 വർഷം കൊണ്ട് അറിഞ്ഞപ്പോൾ ഉള്ളൊരു മാനസിക എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അൺബിലീവബിൾ ഉണ്ട്. ഭയങ്കര ഇംഗ്ലീഷും മലയാളമൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സന്തോഷം കൊണ്ട് പറയണതാണ്. ഇങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്ത് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ എത്തിയ കാരണമായിട്ട് നമുക്ക് ഇങ്ങനത്തെ അറിവുകളും ഇങ്ങനെ ഇത്ര എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയത്. ഭയങ്കര സന്തോഷം. നിങ്ങൾ കാരണമാണ് നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തിയത്. ഈ തണുത്ത കാറ്റും സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ഒരു കാപ്പി കുടിക്കാൻ തന്നാട്ടോ. ഇവിടെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ നേരത്തെ കഴിച്ചു. എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു കോപ്പി കൂടി നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയ. ഇപ്പോൾ ഇവർ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കണം നമുക്ക് കാണാൻ പറ്റൂട്ടോ. കണ്ടോ കണ്ടോ. ആദ്യം കോഫി ബീൻ അവർ റോസ്റ്റ് ചെയ്യും. ഗ്രീൻ കോഫി ബീൻ അവർ റോസ്റ്റ് ചെയ്യുന്ന കണ്ടോ. കണ്ടോ റോസ്റ്റ് ചെയ്ത് ലൈവായിട്ടാണ് കോഫി ഉണ്ടാക്കണേ. ഒരു സെറ്റപ്പ് ഓണാക്കി നോക്കിയാണല്ലേ. ഒരു മഗ്ഗും വേണം. അവർ ഇന്ത്യ. യു ആർ ഫ്രം സൗദി അറേബ്യ, മദീന. ഓ നൈസ്. വെൽക്കം ടു ഇന്ത്യ. First I meet one Saudi person like this. Always ഒരു ഇന്ത്യൻ ടച്ച്. തൃശ്ശൂർ ഇംഗ്ലീഷ് ഇട്ടാ. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കോഫി മേക്ക് കൂടി നമുക്ക് പകർത്തി അടുത്ത ദൃശ്യങ്ങളിലേക്ക് പോട്ടാ. അവർ കുറച്ച് ചോളൊക്കെ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എത്തോപ്യൻ കോഫി. എത്യോപ്യൻ കോഫിയുടെ രുചി നമ്മൾ വീണ്ടും
ഒരു എപ്പിസോഡ് എന്തോരം കോഫി കുടിക്കുന്ന സാധനം എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ ഓരോ സ്റ്റൈലിലും ഓരോ സ്ഥലത്തിരുന്ന് കുടിക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. ആ പൊളി ടേസ്റ്റും വ്യത്യാസമുണ്ട്. അതെ ഡഡി നേരത്തെ വന്ന ആ കഫേയിൽ നമ്മൾ വന്നിരിക്കട്ടാ. ആ കഫേയിൽ അവർ റോ മീറ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾക്ക് അന്ന് കാണിച്ചിരുന്നു. ഒന്നുകൂടിയും ലൈവായിട്ട് സൂപ്പറായിട്ട് കാണിക്കുന്നു പറഞ്ഞിട്ടാണ്. റോ മീറ്റ് കട്ട് ചെയ്തിട്ട് അതൊരു അടുക്ക അവരുടെ കിച്ചണാണ്. ആ കിച്ചണിൽ പോയിട്ട് അവർ വേവിച്ച് ഇവർ കൊടുക്കും. അവർ അവിടെ പാർട്ടി ലൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെടുത്ത് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷാണ് ഇവിടെ കഴിക്കുന്നത്. ഇതിലൊപ്പം തന്നെ റോ മീറ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ലൈവായിട്ട് കഴിക്കുന്ന ആൾക്കാരും എത്തോപ്യൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വേവിക്കാണ്ട് കഴിക്കുന്ന ആൾക്കാർ. അതിൽ ഒരു ഫാമിലി ഇവിടെ മെയിൻ വൈൻ കഴിക്കുന്നത് ഹണി വൈൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ അതിൻ്റെ പാക്കറ്റ് കാണാനില്ല. ഇവരുടെ മെയിൻ ഡ്രിങ്ക് കേട്ടോ ഹണി വൈൻ. നമ്മൾ എത്തോപ്യയിൽ വരുമ്പോൾ ചെറിയ കിക്കൊക്കെ ഉണ്ട് അതിനുള്ളിൽ. എത്തോപ്യയിൽ വരുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഹണി വൈൻ. ട്രഡീഷണൽ വൈനാണ് അവരുടെ. നമ്മൾ കഴിക്കില്ലേ, നമ്മളിപ്പോൾ ഷൂട്ട് മോഡായിരുന്നു. ഇതുണ്ട കറ കണ്ട അവരുടെ. ഹലോ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടില്ലേ ഒരു സ്പെഷ്യൽ സംഭവം കേട്ടോ. എന്തായാലും ഓരോ നാട്ടിൽ വരുമ്പോൾ ഓരോ സ്പെഷ്യൽ കാഴ്ചകൾ. ഇവിടെ ചായ ഇവിടെ കോഫി സെറ്റ് ചെയ്ത് നോക്കിയ ഒരു ഇതുണ്ടോ. ഇവിടെ നല്ല തട്ട് പോലെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചി. ഹലോ ഇതുണ്ടോ. ട്രഡീഷണലിനെ അവർ ശരിക്കും പുറത്തേക്ക് കൊണ്ടുവരണം. അവർ നേരത്തെ മേടിച്ച മീറ്റ് ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ച് ചെറുതായിട്ടൊരു 5 മിനിറ്റ് വേവിക്കും കഴിക്കും കേട്ടോ. അത്രേ ഉള്ളൂ. മസാലകളും പരിപാടികളൊന്നുമില്ല. ഈ കട നിങ്ങൾ ഓർക്കണ്ട, നമ്മളെ മഴയത്ത് വന്നിട്ട് കാപ്പി കുടിച്ച് ഓർക്കണ്ട. കൈറാശം വന്നിട്ട് ഇതാ ഇതണ്ട. ഇതിലുണ്ട് നമ്മളിവിടെ ഈ പൈസ കൊടുത്ത് കയറി കേട്ടോ. ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ചെറിയൊരു മോണുമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഡാഡി ഒരു ലുക്ക് ഏതാ. ഓ ചെറിയ ലാലേട്ടൻ ലുക്ക് ഉണ്ടാ. ഒരു ഫോട്ടോ ഒക്കെ കയറി ചേട്ടാ ഞങ്ങള്. ഒന്ന് കയറി ഡാഡി വേണല്ലേ. ഫോട്ടോ അല്ല വീഡിയോ പോലെ നമുക്ക്. നമ്മളിവിടുത്തെ ഒരു പള്ളി കാണിക്കാനായിട്ട് വന്നിരിക്കട്ടാ. ഓർത്തഡോക്സിന് കണ്ടോ പ്രാർത്ഥനയൊക്കെ നിൽക്കണൊക്കെ വെറൈറ്റി പരിപാടി കേട്ടത്. ഈ കണ്ടല്ലായിരിക്കും ചെയ്യാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം. നമ്മുടെ അന്തോണിസ് പുണ്യങ്ങളാട്ടോ, നമ്മുടെ ഹെവി സാധനം കേട്ടത്. ഇതാണ്ട ഇതായിരുന്നു ആദ്യത്തെ ചർച്ച് എന്ന് പറഞ്ഞത് 200 വർഷം മുമ്പ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു പുതുക്കി പണിത്. നമ്മുടെ എടപ്പള്ളി പള്ളിയിലെ ഒരു ചെറിയ കട്ട് വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ മുമ്പിലേക്ക് പോകാം. റൗണ്ട് ചർച്ചാട്ടാ. എന്തൊക്കെയായാലും പള്ളിയുടെ അകത്തായാലും എത്തോപ്യൻ ഫ്ലാഗ് ഇല്ലാണ്ടില്ല കേട്ടോ പരിപാടി. ഇതാണ്ട എത്തോപ്യൻ ഫ്ലാഗിലാണ് അടിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോ തീർത്ഥാടനത്തിലേക്ക് വരുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സംഭവങ്ങളാട്ടോ. നമ്മളത് കടക്കാൻ പള്ളി കാണാൻ ഒരു എൻട്രി ഫീസ് എടുക്കുന്നുണ്ടോ. 600 ഒരാളുടെ. നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറാട്ടോ. ആദ്യം ടിക്കറ്റ് എടുക്കണം. നമ്മൾ ഫോറിനേഴ്സ് വരുമ്പോൾ ഇവർ ഈ എൻട്രി ടിക്കറ്റിനുള്ള പൈസ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. ശരിക്കും അല്ല നമ്മുടെ പള്ളിയിൽ തച്ചന്മാരിക്കുന്ന പോലെ ഓരോരുത്തരിക്കട്ടെ. നമ്മുടെ അടപ്പള്ളി പള്ളി പോലെ അല്ലേ ഷേപ്പ് കാണുമ്പോട്ടാ. അവരതിൻ്റെ ഇടയിൽ നമ്മൾ എത്തോപ്യൻ ഫ്ലാഗും പരിപാടികളൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. പള്ളി കയറുമ്പോൾ പ്രീസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ വേണ്ട, സോറി നോ. എത്തിയപ്പൻ ചേച്ചിമാരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ. ബ്യൂട്ടിഫുൾ. എത്തോപ്യൻ സംസ്കാരം അനുസരിച്ച് അവർ വൈക്കോല് മുമ്പിലിട്ടോ. നെല്ല് കയറുമ്പോൾ അവിടെ മെയിൻ ആനവാല് അടച്ചുവിട്ടകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഒരു വൈകിട്ട് തന്നെ കുർബാന എന്ന് പറഞ്ഞവരെ പ്രോഗ്രാം വൈകിട്ടാ. ഒരു വലിയൊരു മൊനാസ്ട്രി കേട്ടോ.
പോലത്തൊരു ചെറിയൊരു പള്ളി കേട്ടോ. ഫുള്ള് എത്തോപ്യൻ സ്ലാങ്ങിലാണ്. ഡ്രസ്സ് കണ്ടോ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടോ. ഇവിടെ നിന്നിട്ടും നമുക്ക് എത്തോപ്യ സിറ്റി വ്യൂ ഉണ്ട് കേട്ടോ. കണ്ടോ. നിങ്ങൾക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസം ഉണ്ടെന്ന് ചോദിക്കുന്നില്ലേ മറ്റേ ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ? നമ്മളെപ്പോട്ടെ ഇത് ആരാധനാത്തിൽ പോകുമ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ഒരു നമ്മുടെ കാര്യം സാധിക്കാനായിട്ട് ഒരു ദൈവം അവിടെ ഉണ്ടാവും കേട്ടോ. എന്തായാലും അകത്തേക്ക് കയറാൻ പറ്റാത്ത ചെറിയൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി കേട്ടോ. ഈ ക്ലൈമറ്റും കാറ്റും ഒരു വേറെ ഫീലിംഗാണ് നമ്മളെ വേറെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകട്ടോ. ഓരോ നാട്ടിൽ ഓരോ ആൾക്കാരിങ്ങനെ ഇരിക്കാട്ടാ. പള്ളിയിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ എന്തിനിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരമില്ല. വെറുതെ അവിടെ ഇരിക്കുകയാണ്, കുറേ സമയം സ്പെൻഡ് ചെയ്യണം. ചിലപ്പോൾ വൈകിട്ടാകുമ്പോൾ വീട്ടിലേക്ക് പോകും. ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പോൾ ഇനി അതൊരു ഇവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണോന്നൊന്നും അറിയില്ല കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ വിശ്വാസങ്ങളാണ്. കുറേ പ്രൈസ്മാരെ അതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടിക്ക് എന്ത് തോന്നുന്നു നമ്മൾ ചർച്ചിൽ പോയി ഇറങ്ങി വന്നപ്പോൾ? എന്തോ ഒരു ഉന്മേഷവും എല്ലാത്തിലും എനർജി ഉണ്ടല്ലോ അല്ലേ? ഇവിടുത്തെ ക്ലൈമറ്റും എല്ലാം ഓക്സിജൻ കിട്ടി ശ്വസിച്ചു. നല്ലൊരു എനർജി, ഒരു പോസിറ്റീവ് എനർജി. കുറെ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്തിനിരിക്കണെന്ന് മനസ്സിലാവില്ല. എല്ലാവരും നോക്കിയിരിക്കട്ടോ. പള്ളി തുറക്കാതിരിക്കണതാണോ പള്ളി അടച്ചതില്ലേ? ብላኛለች አለችኝ። እኔ አላውቅማ ውዴ፣ እናንተ የተነጋገራችሁበት ሰዓት እኔ አላውቅም። ക്ലൈമറ്റ് ഒന്നും രക്ഷയില്ലടാ. നമ്മള് ഊട്ടി കൊടൈക്കനാലൊക്കെ പോയ പോലത്തെ അതേ മൂടല്ലേ അല്ലേ? എത്തോപ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലൈമറ്റിന് നമ്മളെ പിടിച്ചിരുത്താടാ. അമ്മരുത്തപ്പോൾ ക്ലൈമറ്റാണ്, രക്ഷയില്ല. ഇപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കണം അഡിസ് അബാബ സിറ്റിയിലേക്ക്. നമ്മൾ ടോപ്പ് വ്യൂ കാണാനായിട്ട് മേലേക്ക് കയറിയതാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് കിട്ടി. ടൂറിസ്റ്റ് സ്റ്റേഷൻ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഓരോ സംഭവങ്ങളും ഓരോ സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടോ. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാട്ടിലിങ്ങനെയൊക്കെ കൊണ്ടുവരണം, കുറേ സംഭവങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരണം കേട്ടോ. എന്തായാലും അഡിസ് അബാബ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 4 തവണയൊക്കെ വന്നു. ഓരോ തവണയും അഡിസ് അബാബ അങ്ങനെ മാറ്റങ്ങൾ നമുക്ക് തൊട്ടറിയാം കേട്ടോ. നമ്മൾ എത്ര അധികം ആൾക്കാരെ ക്ലീൻ ആക്കണം നോക്കിയാൽ ഒരു ഈ സൗണ്ടില്ലത് ക്ലീൻ ആക്കണം. ഒരു പാത്ത് വേ പണിത് വെച്ചിരിക്കണുണ്ട്. അതുകൊണ്ട് കയറാനായിട്ട് എല്ലാവരും ക്ലീനാക്കി വരണം. റണ്ണിങ് ട്രാക്ക് ഓൾസോ ദേ മെയ്ഡ് റൈറ്റ്, ദ റണ്ണിങ് ട്രാക്ക്. എത്തോപ്യക്കാരെന്ന് പറയുമ്പോൾ ഓട്ടക്കാരല്ലേ, ഓട്ടക്കാർക്കുള്ള റണ്ണിങ് ട്രാക്ക് വരെ നടക്കാനും ഇരിക്കാനും ഓടാനും അവർ സെറ്റ് ചെയ്യട്ടാണ്. നമ്മൾ ആ മല ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ കാഴ്ചയാണ്. ഓരോ മൂലയ്ക്ക് ഓരോ പള്ളികളാണോ നോക്കിയാൽ. ഇവിടെ പള്ളി പെരുന്നാൾ പോലെയാണ്. ഫ്ലാഗ് അടക്കം ഇട്ടിരിക്കട്ടെ പള്ളിയിൽ. വേണ്ടാ ഫ്ലാഗ് ഇവിടെയും എന്തോ ഒരു പരിപാടി നടക്കേണ്ടത്. തമ്പരാക്കന്മാരൊക്കെ ഇരിക്കണമെങ്കിൽ മുകളിൽ അല്ല വേണ്ട പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. ഇത് എത്തോപ്യൻ ഫ്ലാഗ്.
ചർച്ചകളെന്ന് പറഞ്ഞുണ്ടല്ലോ നിന്ന് തിരുമ്പി അടുത്ത ചർച്ച കേട്ടോ. നമ്മളിതുവരെ ഇവിടുത്തെ കോയിൻ കാണിച്ചിട്ടില്ല. കണ്ട $1 കണ്ടോ. അതിൻ്റെ ബാക്കിൽ ഒരു സിംഹത്തിൻ്റെ തലയുണ്ട്. $1 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 70 പൈസ റേഞ്ചിലിട്ടാ $1. അപ്പോൾ നമ്മൾ തിരിച്ച് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് അടിക്കണം നോക്കണം. നമുക്ക് അവനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെറൈറ്റി ഫുഡാന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റാൻ പോകണം കേട്ടോ. എന്തായാലും നോക്കി നോക്കാം. എന്തായാലും അഡിസ് അബാബ സിറ്റിയിലെ നെഞ്ചത്തേക്ക് നമ്മൾ കയറി പോകാൻ പോണേ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിട്ടാ. ഇവരൊരു വെറൈറ്റി സ്ഥലം കാണിച്ചിട്ടാണ് നില കൊണ്ടുപോണത്. നില നോക്കാം. ഇതിന് നമ്മുടെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബീഫ് കൈയോടെ മേടിച്ചിട്ട് ഇവിടെ ചുട്ട് കഴിക്കട്ടാ. ആൾക്കാരാടാ. ഇവിടുത്തെ ഒരു മിനറൽ വാട്ടർ ഉണ്ടോ, അംബോ വാട്ടർ, സ്പാർക്ലിംഗ് മിനറൽ വാട്ടർ, അമ്പോ. നമ്മൾ ഫുഡ് ഇപ്പം അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരണവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ മീറ്റ് ഫുഡാണ് നമ്മൾ കഴിക്കാൻ പോണത്. അപ്പം ഇവൻ്റെ ഫുഡ് ഇട്ടാ. ഇവൻ കഴിക്കാൻ പോണത് മീറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോ മീറ്റും ഇഞ്ചീറും അതേപോലെ ഇവിടുത്തെ സോസും കേട്ടോ. ദിസ് വൺ സ്പൈസി. ഓക്കെ. അപ്പോൾ അവനത് ഓരോ ഇഞ്ചീറിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് നേരെ റോ മീറ്റ് എടുത്തിട്ട് ആ പൊടിയും നമ്മുടെ അതേപോലെ സോസും കൊടുത്തിട്ട് അടിക്കണം കേട്ടോ. ഒരു പീസ് എടുത്തു, പൊടി എടുത്തു, റോ മീറ്റ് എടുത്തു, അടി. കട്ടിങ് ചെയ്യുന്നൊന്നും കേട്ടോ. വീഡിയോ ഒറിജിനൽ വീഡിയോ. നമ്മൾ ബൂമറാങ് കഴിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ വാട്ടർ ഇത് അംബോ വാട്ടർ വന്നിട്ടോ. അംബോ വാട്ടർ എന്ന് പറയുക മെയിൻ സംഭവം കേട്ടോ. അംബോ വാട്ടർ നല്ലതൊരു അടിപൊളി പരിപാടി. അപ്പോൾ നമ്മുടെ ഇഞ്ചീറ വന്നുട്ടോ. ഇഞ്ചീറ മീറ്റും തിളക്കണ ഇഞ്ചീറ പലതവണ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ തവണ ഓരോ മീറ്റാണ് കാണിക്കാറ് കേട്ടോ. അതായത് ഇപ്രാവശ്യം നമ്മൾ കാണിക്കണു അടുത്ത സാധനം. സൗണ്ട് നോക്കിയാൽ ഇറച്ചി ചുട്ടുന്ന സൗണ്ട് ഉണ്ടോ? ഇറച്ചി തോന്നണല്ലോ. 3 കഷ്ണം ഇഞ്ചീറ, കുറച്ച് ബ്രെഡ്, പിന്നെ അവരുടെ സോസും പിന്നെ മീറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത ഫുഡ് നമ്മുടെ മെയിൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ട്രൈ ചെയ്ത ആടും ഇഞ്ചീറി കേട്ടോ. അതുപോലെ ഈ വലുപ്പത്തിലാണ് ഇഞ്ചീറി ഇരിക്കണം. അതിൻ്റെ ഉള്ളിൽ അവർ കുറേ മടക്കി വെച്ചിട്ടുണ്ടോ ഇഞ്ചീറ. ഒപ്പം മീറ്റ് കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കണവർ. നമ്മുടെ മഞ്ഞപ്പൊടി പോലെ അല്ല, ഒരു നമ്മൾ ദോശയിൽ കൊണ്ട ഒരു ചമ്മന്തിയില്ലേ, അതേപോലെ ചമ്മന്തിപ്പൊടി പോലത്തെ വേറെ ഒരു ചമ്മന്തിപ്പൊടിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയ കഷ്ണം ഇഞ്ചീറി എടുക്കണു, കുറച്ച് മീറ്റ് എടുക്കണു, കുറച്ച് അവരുടെ പൊടി എടുക്കണു, അടിക്കണം. അതിന് മുക്കാൻ വേണമെങ്കിൽ എല്ലാത്തിനും മുക്കാം. പൊടിയുണ്ടല്ലോ വേറെ വരാം. എന്തുണ്ടാ
ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. റൈറ്റ് സൈഡിൽ മൊത്തം ഫ്രൂട്ട്സാണ്, നല്ല ഫ്രഷ് പഴം, മാംഗോ തട്ടുവാ. അപ്പം നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ച് നല്ല മഴയത്ത് ഇങ്ങനെ പോകണ നേരത്ത് നല്ല മാങ്ങ, എത്തോപ്യനിലെ ഏറ്റവും ടേസ്റ്റ് കൂടിയ മാങ്ങ എന്ന് പറഞ്ഞാൽ 2 കിലോ മാങ്ങ നമ്മൾ മേടിക്കട്ടോ. ഒരു മാങ്ങയ്ക്ക് നമ്മുടെ നാട്ടിൽ 200 രൂപ റേറ്റ് ഉണ്ട്. ചേച്ചി കൊണ്ടുവരുന്നുണ്ടോ? ഇത് നാരങ്ങ അല്ലേ? അങ്ങനല്ലേ ചേച്ചിയാ? തൂക്കം 2 കിലോ. അതെ, തൂക്കം നോക്കണത് സാധനം കേട്ടോ. താങ്ക് യു. ഇതൊക്കെ മാങ്ങി നല്ല ഫ്രഷ് മാങ്ങ കേട്ടോ. നമ്മൾ 2 കിലോ മേടിച്ചിട്ടുണ്ട്. വീട്ടിൽ ഒരു റൂമിൽ ഒരു ട്രൈ ചെയ്യാം. ഇവിടെ ഞങ്ങളുടെ ഔട്ടർ റോഡിലേക്ക് വരുമ്പോൾ നല്ല കിടിലൻ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കടാ. നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഒരു വലിയൊരു പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇറങ്ങി നോക്കാണ്ട് പറയണട്ടാ, ഭയങ്കര ഡീപ്പാന്ന് പറഞ്ഞ ആട്ടാ. ഡേ ഇതണ്ട ഭയങ്കര ഡീപ്പിൽ പോണ നല്ല ആളുണ്ടല്ലേ, നല്ല ക്ലൈമറ്റില്ല, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. അതെ 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 അതെ. അവിടെ എന്തോ ഡാം പോലത്തെ എന്തോ സംഭവം പണിതിട്ടുണ്ട് അവർ. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. റോഡ് പണിത് വെച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒക്കെ കാണുമ്പോൾ അത്ഭുതം. ആഫ്രിക്കനൊക്കെ നമ്മളുണ്ടല്ലോ തൊണ്ട വരും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും പോണത്. നല്ല ആണുണ്ടോ. നമുക്ക് പിന്നെ ആഴം കുറച്ച് പേടിയുള്ള കാരണേ അധികം നമ്മൾ താഴത്തേക്ക് നോക്കുന്നില്ല. എന്നാലും ഈ മഴവെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങകലെ അടിസിൻ്റെ അടുത്ത ഭാഗങ്ങളൊക്കെ കാണാൻ നമുക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ നൈസക്ക് പ്ലേസുകൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. ടൗണിൽ നിന്ന് അധികം ദൂരം നമ്മൾ പോന്നിട്ടില്ല കേട്ടോ. ഭയങ്കര ഒരു എനർജിയാണ് ഉണ്ടത് ഈ ഒരു കാലാവസ്ഥയിൽ ഇത് കാണുമ്പോൾ. എല്ലാവരും പള്ളി മൂടട്ടോ, പള്ളിയിൽ നിന്ന് പോയിട്ട് വരാന്നുണ്ട്. ഒരു ആടിൻ്റെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓരോ തരം കളർ മുകളിൽ അടിച്ചിട്ടുണ്ടോ. ഫുള്ള് ആടുന്നുണ്ടോ. കണ്ടോ ഈ ആട്ടങ്ങളൊക്കെ നോക്കി അതിൻ്റെ പവർ കാണിക്കണതാ നോക്കിയണ്ട. ഫുള്ളാട്ടങ്ങളാണ്. എല്ലാം കാണുമ്പോൾ കൊതിയാട്ടോ. ഹൈ 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 കണ്ട കണ്ട കണ്ട.